തുടർഭരണം കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തിനും അധികാരം പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കും ഈ രണ്ട് മുന്നണികൾക്കും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടി പിടയുന്ന പി അൻവറിൻ്റെ പുതിയ മുന്നണിക്കും ഏറെ നിർണായകമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ്. മുൻകാലങ്ങളിൽ നിലമ്പൂരിൽ കണ്ട ഒരു തിരഞ്ഞെടുപ്പ് പോലെയല്ല ഇപ്പോൾ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. കാരണം പൊതുവെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു മണ്ഡലത്തിലുടനീളം നിലനിന്നിരുന്നത്. മണ്ഡലത്തിൻ്റെ സ്വഭാവം പൊതുവെ അങ്ങനെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇപ്പോൾ നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത് മറ്റൊരു കാഴ്ചയാണ്. അതായത് CPM നേതാവായ M സ്വരാജ് മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയതോടെ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിന് വല്ലാത്തൊരു മാറ്റം വന്നു കഴിഞ്ഞു എന്നാണ് കാഴ്ചകൾ തെളിയിക്കുന്നത്. UDF-നൊപ്പം ചേരുമെന്ന് കരുതിയിരുന്ന PV അൻവർ അവരുമായി തെറ്റിയതും ഈ പുള്ളിക്കാരൻ തനിയെ മത്സരിക്കാൻ തീരുമാനിച്ചതും ആ സാഹചര്യത്തിൽ M സ്വരാജ് മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയതുമൊക്കെ വല്ലാത്തൊരു ടേണിംഗ് പോയിന്റിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുവെ ഉയരുന്ന മറ്റൊരു ചോദ്യം മണ്ഡലത്തിൽ ആര് വിജയക്കൊടി പാറിക്കും എന്നുള്ളതാണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരൻ വീണ്ടും വിജയിക്കുമോ? അതല്ല കഴിഞ്ഞ 2 തവണയും അൻവറെ ചോരയും നീരും കൊടുത്ത് വിജയിപ്പിച്ചെടുത്ത നിലമ്പൂരിലെ ഇടതുപക്ഷം വീണ്ടും വിജയിക്കുമോ? ഇക്കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് കൈവിട്ട തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF തിരിച്ചു പിടിക്കുമോ? പ്രധാന ചോദ്യങ്ങൾക്കൊപ്പം സ്വാഭാവികമായും ഉയരുന്ന ഉപചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന റിപ്പോർട്ടർ TVയിലെ ഈ ചർച്ച. ഈ ചർച്ച കേട്ടാൽ നമുക്ക് മനസ്സിലാകും നിലമ്പൂരിൻ്റെ ഇപ്പോഴത്തെ യാത്ര എവിടേക്കാണ് എന്ന്, നിലമ്പൂരിൻ്റെ മനസ്സ് ആർക്കൊപ്പമാണ് എന്ന്. അൻവറിന്റെ കൈവിട്ട കളിയോ എന്നാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ അത് കൈവിട്ട കളിയല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ? ഞാൻ 2-3 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PV അൻവറിൻ്റെ ഒത്താശയോടുകൂടി ഒരു സ്ഥാനാർത്ഥിനെ അവിടെ നിർത്തി നിൽക്കുക. ഇപ്പോൾ ആര്യാടെ ഷൗക്കത്തിനെ അവിടെ നിർത്തി നിൽക്കുക. ആര്യാടെ ഷൗക്കത്ത് അവിടെ ജയിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? PV അൻവർ തീർന്നില്ലേ? UDF അതേപോലെ തന്നെ കോൺഗ്രസ്, ലീഗ്, അൻവർ വിചാരിച്ചിട്ട് നടക്കില്ല, ജയിച്ചിട്ടില്ല. അതോടെ അൻവറിൻ്റെ പൊടിയെടുക്കാനുണ്ടാവില്ല പിന്നെ അങ്ങനെ. അപ്പോൾ എന്താണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ 2021 VV പ്രകാശ് എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഈ പറയുന്ന ആര്യാടെ ഷൗക്കത്തിനേക്കാളും 5 ഇരട്ടി എന്തെങ്കിലും പറയാം, അത്രയറിയും ജനസമ്മതനായിരുന്നു VV പ്രകാശ്. ഒരു ശത്രുത ഉണ്ടായിരുന്നില്ല. അവിടെ ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം സമുദായം, ഈ യാഥാസ്ഥിക മുസ്ലിം സമുദായം, അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളുടെയും കണ്ണിലുണ്ണി എന്ന് പറയുന്ന ഒരാളായിരുന്നു VV പ്രകാശ്. VV പ്രകാശിനെ 2700 വോട്ടിനാണ് അൻവർ തോൽപ്പിച്ചത്. അൻവർ തോൽപ്പിക്കുന്ന അവിടുത്തെ അവസ്ഥ VV പ്രകാശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ആഫ്രിക്കയിൽ പോയി കിടക്കുന്ന അൻവർ, ഒരു കാര്യവും ചെയ്യാതെ വെറുതെ വിടുവായിത്തരം പറഞ്ഞു നടക്കുന്ന അൻവർ എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ നെറേറ്റീവ്. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ഈ അൻവർ വരുന്നത്. അൻവർ മത്സരിക്കുന്നില്ല. അൻവർ തന്നെ പേടിയായിരുന്നു അൻവർ ജയിക്കില്ല എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ അൻവർ വരുന്നില്ല എന്ന് തീരുമാനിക്കുക. ലാസ്റ്റ് കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക. നമ്മുടെ നോമിനേഷൻ കൊടുക്കുന്നതിന് തലേ ദിവസം വന്നിട്ട് നോമിനേഷൻ കൊടുക്കുകയാണ്. അതിന് മുന്നേ ഒരു പ്രകടനം പോലും ഇല്ല, ഒരു പ്രചരണമില്ല, പ്രകടനമില്ല, ഒന്നുമില്ല. അവിടെ LDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും അറിയില്ല. ആ സമയത്ത് ഈ VV പ്രകാശ് എന്ന് പറഞ്ഞ ആൾ 1.5 മാസമായിട്ട് ശക്തമായ പരിപാടി പ്രചരണം നടത്തി വലിയ രീതിയിൽ വിജയിക്കും എന്ന് പറയുന്ന സ്ഥലത്ത് 2700 വോട്ടിന് അന്ന് VV പ്രകാശ് ജയിച്ചു. VV അൻവർ ജയിച്ചു. എന്ത് സംഭവിച്ചു? അത് ഒന്നാമത്തെ കാര്യം. അതിന് തൊട്ട് മുമ്പത്തെ ഇലക്ഷൻ ആര്യാടെ ഷൗക്കത്തുമായിട്ടാണ് മത്സരിച്ചത്. ആര്യാടെ ഷൗക്കത്ത് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ PV അൻവർ അവിടുത്തുകാരനല്ല, നിലമ്പൂരുകാരനല്ല, വേറൊരു മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി നിന്ന് ജയിച്ച ഒരു പാരമ്പര്യം മാത്രമുള്ള ഒരു സ്ഥലത്തേക്കാണ് ആര്യാടെ ഷൗക്കത്ത് PV അൻവർ വന്നിറങ്ങുന്നത്. ആ സ്ഥലത്ത് അൻവർ 11,000 സംതിങ് വോട്ടിന് അത് ജയിച്ചു. ആ ജയിക്കുമ്പോൾ എന്താണ്, ആ സ്ഥലത്ത് 80% ആൾക്കാർക്ക് ആരെ അറിയില്ല, ഈ പറയുന്ന PV അൻവറെ അറിയില്ല. അവിടെ ജയിച്ചു. രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനത്തിൻ്റെ ഭാഗം ആരൊക്കെയാണ്? അവിടുത്തെ ക്രിസ്ത്യൻ സമുദായം,
ഒരു പരിധി വരെ വരുന്ന ക്രിസ്ത്യൻ സമുദായം, രണ്ടാമത്തെ ഭാര്യ എന്താ യാഥാസ്ഥികരല്ലാത്ത പുരോഗമനപരമായ മുസ്ലിം സമുദായം, അതുപോലെ തന്നെ കുറച്ച് ഹിന്ദു സമുദായം. ഈ എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലുള്ള ആദിവാസി സമുദായത്തെ എല്ലാം കൈയടക്കി ആര്യാടൻ മുഹമ്മദ് വർഷങ്ങളായി വെച്ചുകൊണ്ടിരുന്ന ഒരു സമുദായം. ഇവരെല്ലാവരും ഇവിടെ കൂട്ടിയടക്കിയിട്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യാടൻ മുഹമ്മദ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. ആ സമുദായങ്ങൾ മുഴുവൻ തിരിഞ്ഞുകുത്തി. എന്തുകൊണ്ട് തിരിഞ്ഞുകുത്തി? ലീഗ് നിങ്ങൾ പറയുന്നത് പോലെ 1987-ലെയോ 88-ലെയോ 2001-ലെ ലീഗ് അല്ല നിലമ്പൂരിലിപ്പോൾ. ലീഗ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറി. ആ ശക്തിയായി മാറിയതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 2-3 ആൾക്കാർ ഇതിനോട് ചേർന്നിട്ടുള്ള PK ബഷീർ MLA, അതുപോലെ വഹാബ് MP, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ആരുടെ കൂടെയുള്ളൂ, ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന് നേതാക്കന്മാരായിട്ടുള്ളൂ. അണികളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ആര്യാടൻ മുഹമ്മദുമായിട്ട് അടിയുണ്ടാക്കി വന്ന മണികളാണ്. അത് ഒരു സുപ്രഭാതത്തിൽ നേരെ കയറിയിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ ജയിച്ചു കളയുമെന്നൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന സംവിധാനം അല്ല നിലമ്പൂരുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് നേതാക്കന്മാർ മണ്ഡല പ്രസിഡന്റുമാരൊക്കെ കൊണ്ട് ലീഗ് കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്ന് വിചാരിച്ചാൽ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ആർക്കറിയാം? അതറിയാവുന്ന ആളെന്ന് പറയുന്നത് ഈ പറയുന്ന അൻവറാണ്. അതുകൊണ്ടാണ് അൻവർ പറയുന്നത് എന്ത് ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത്, നിങ്ങൾ ഈ പറയുന്ന പോലെ ജയിക്കില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി വരുന്നത് ഇപ്പോൾ CPM ആണ്. ആ CPM-നെ മുഴുവൻ തിരിച്ചത് എങ്ങനെയാണെന്ന് അറിയാം അൻവർ? ഓരോ വീടുകൾ കയറി ഇറങ്ങി, മുനിസിപ്പാലിറ്റിയിൽ ഓരോ വീടുകൾക്ക് ഇറങ്ങി ഓരോരുത്തരെ നേരിട്ട് കണ്ടിട്ട് ഈ പറഞ്ഞ ആര്യാടൻ മുഹമ്മദിനെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും കുറ്റം ഇൻഡിവിജ്വലി പറഞ്ഞാണ് ഈ പറഞ്ഞ ആളുകളെ തിരിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലല്ല, ആ തിരിച്ച് അനീൻ്റെ അടുത്ത് തിരിച്ച് അൻവർ എന്നിട്ട് പറയോ, അയ്യോ ഈ മനുഷ്യൻ നല്ല ആളാണ്, ഇനി നിങ്ങളെല്ലാവരും കൂടെ ഷൗക്കത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അത് നീയല്ലേ നേരത്തെ വന്ന് പറഞ്ഞത് അത് മോശമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു വൈകാരിക പ്രശ്നമല്ല, ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള മാത്രമുള്ള വൈകാരിക പ്രശ്നമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ സംവിധാനത്തിൽ ഷൗക്കത്തിനെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നു? ഷൗക്കത്തിനെ കുറിച്ച് സംവിധാനമല്ല. ഈ അൻവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ എന്ത് ചെയ്യും, ജോയിനെ നിങ്ങൾ പ്രഖ്യാപിക്കൂ. ജോയിനെ പ്രഖ്യാപിച്ചാൽ കിട്ടുന്ന ഗുണം ഞാൻ പറയാം. ആ ഗുണം എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മാത്രമല്ല, അവിടുത്തെ ക്രിസ്ത്യാനികളും അവിടുത്തെ കർഷകരും എല്ലാം തിരുവിതാംകൂർ ഇത് കുടിയേറ്റ കർഷകരാണ്. അവരെ മനസ്സിലുള്ളതാണ് എന്താണ്? അവരെ മനസ്സിലുള്ളതെന്ന് പറയുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനമാണ്. ഈ കോൺഗ്രസ് എന്ന സംവിധാനത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ അവർ കണ്ടിട്ടേ ഇല്ല. അവർ ആര്യാടൻ മുഹമ്മദിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് കഴിഞ്ഞ 2 പ്രാവശ്യം മുനിസിപ്പാലിറ്റി ജയിക്കാൻ പറ്റുന്നില്ല? മുനിസിപ്പാലിറ്റി ഷൗക്കത്ത് അതിനുശേഷം ഒരു മുനിസിപ്പാലിറ്റിയിൽ ജയിക്കാൻ പറ്റാത്ത ആളെ പിടിച്ചിട്ട് ഈ പറഞ്ഞ MLA സ്ഥാനത്തേക്ക് ജയിപ്പിച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഇനി ഞാൻ ഉദാഹരണം പറയാം. ഇനി നിങ്ങൾ ഈ ഷൗക്കത്തിനെ ഇവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ ആ കളി അൻവർ നേരത്തെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? എന്നെ ഇവർ ഈ UDF-ന്റെ ഭാഗമാക്കൂല. ഏതുവരെ? സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത് വരെ. പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് എന്നെ UDF-ന്റെ ഭാഗമാക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഈ നിലമ്പൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിനകത്ത് അൻവറിന്റെ സേ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ നീട്ടി വെച്ച് അത് VD സതീശൻ്റെ പേരെടുത്ത് പറയുന്നുണ്ടല്ലോ. നീട്ടി വെച്ച് VD സതീശൻ ഈ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് വരെ എന്നെ അതിൻ്റെ ഭാഗമാക്കൂല. അപ്പം എന്താണ്? പറയിപ്പിക്കാവുന്നത് മുഴുവൻ പറയിപ്പിച്ച് ഒരു എന്താണ് CPM-നോട് അടിയുണ്ടാക്കി ഇവരുടെ ശത്രുപക്ഷത്തുള്ള ഭരണകക്ഷിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ഒരാളെ എന്തുകൊണ്ട് ഘടകകക്ഷിയാക്കുന്നില്ല? ഇനി ഘടകകക്ഷിയാക്കേണ്ട, നേരത്തെ പ്രഖ്യാപിച്ചുകൂടായിരുന്നു. എത്ര വാർത്തകൾ നമ്മൾ കൊണ്ടു, നമ്മൾ തന്നെ എത്ര വാർത്തകൾ കൊടുത്തു. ഈ പറഞ്ഞപ്പോൾ ഈ ഘടകകക്ഷിയാക്കാൻ പോവാണ്, പ്രഖ്യാപിക്കും. എന്തിനാ പ്രഖ്യാപിക്കാത്തത്? ഇനി അവർ വന്ന് എന്താ പറയാമെന്ന് അറിയോ? ഇനി അൻവറെ ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചു വെച്ചോളൂ. ഇനി അൻവറിന്റെ മുന്നിൽ ഒരു സേ ഉണ്ട്. എന്താ സേ എന്നറിയോ? നിങ്ങൾ ഇനി ആര്യാടൻ ഷൗക്കത്തിനെ ഞാൻ അംഗീകരിക്കാൻ തീരുമാനിച്ചു എന്ന് വെക്കുക. ഇവർ ഘടകകക്ഷിയായി പ്രഖ്യാപിക്കുന്നതോടുകൂടി അൻവർ ഈ ആര്യാടൻ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അൻവറിന് പറയാം, തോറ്റു കഴിഞ്ഞാൽ ഇത് ഞാൻ അന്നേ പറഞ്ഞതാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്നുള്ളത്. ആ സംവിധാനത്തിൽ നിങ്ങളാണല്ലോ ഇവരെ കൊണ്ടുവച്ചത്. ആ ഉത്തരവാദിത്തം എൻ്റെ തലയിൽ വെക്കണ്ട എന്ന് ആർക്ക് പറയാം? അൻവറിന് പറയാം. അല്ലെങ്കിൽ അൻവറിൻ്റെ സംവിധാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്തോടത്തോളം അൻവർ 100% ഉറപ്പാണ് അൻവർ ഈ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജയിക്കില്ല. കാരണം രണ്ടാമത്തെ കാര്യം, 2 പ്രാവശ്യം അവിടെ ജയിച്ച MLA ആയ ആളാണ് പറയുന്നതെന്നേ. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ജോയി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പണ്ടാത്തെ? ജോയിക്ക് നേരത്തെ പറഞ്ഞുകൂടെ? ഞാൻ വിചാരിക്കുന്നില്ല ജോയിക്ക് VV പ്രകാശിൻ്റെ അത്രയും പോലും ജനസമ്മതി അവിടെ ഇല്ല. VV പ്രകാശിനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള മനുഷ്യൻ. ആ ആൾക്ക് പോലും ഈ പറഞ്ഞ അൻവറിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ വേറൊരു കാര്യം പറയാം. ഇനി അൻവർ സ്ഥാനാർത്ഥിയായി വന്നു എന്ന് വെക്കുക, UDF ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനെ വെച്ച് നോക്കുക. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ അൻവറും UDF-ഉം കൂടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ആര്യാടൻ ഷൗക്കത്ത് തോക്കും. സ്ഥാനാർത്ഥിയായി PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാൽ 5000 തുടങ്ങി 10000 വോട്ട് നേടിയാൽ വരെ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് തോക്കും. അതുമാത്രമാണോ? അവിടുത്തെ കേഡർ വോട്ടുകളുണ്ടല്ലോ, 10-30,000 വരുന്ന CPM-ന്റെ കേഡർ വോട്ടുണ്ടല്ലോ, ആ കേഡർ വോട്ട് എവിടെയും പോകാൻ പോകുന്നില്ല. അത് മാത്രമാണ് പ്രശ്നം. ഈ പറഞ്ഞ BJP-ക്ക് സ്ഥാനാർത്ഥി ഇല്ലാന്നേ.